എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യോഹന്നാൻ 13:1. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവിൻ്റെ ഒരു ഏകപക്ഷീയ സ്നേഹമാണ് യോഹന്നാൻ 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയുള്ള വേദഭാഗത്ത് നിഴലിക്കുന്നത്. ശിഷ്യരോടൊപ്പം ചെലവഴിച്ച ചില ഗാഢ സമ്പർക്ക നിമിഷങ്ങളുടെ വിവരണങ്ങളാണ് ഇവിടെയുള്ളത്. തൻ്റെ വിശ്വസ്ത സഹചാരികളായ ശിഷ്യരെക്കുറിച്ചുള്ള യേശുവിൻ്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് കാൽ കഴുകുന്നതിലൂടെയും തുടർന്നുള്ള പ്രഭാഷണത്തിലൂടെയും കർത്താവ് വ്യക്തമാക്കിയത്. പാലസ്തീനിലെ ഗ്രാമീണ മൺപാതകളുടെ പശ്ചാത്തലത്തിൽ വിരുന്നിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ പാദങ്ങൾ കഴുകേണ്ടത് അനിവാര്യമായിരുന്നു. നിയോഗിതനാകുന്ന ഒരു സേവകനാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരും തന്നെ അതിന് നിയോഗിതരായിരുന്നില്ല. ആരും സ്വയം അത് ഏറ്റെടുത്തതുമില്ല. പെസഹ വിരുന്നിൽ ശുശ്രൂഷക്കാരൻ്റെ നിയോഗം സ്വയം ഏറ്റെടുത്ത് ശിഷ്യരുടെ കാലുകൾ യേശു തമ്പുരാൻ കഴുകുകയാണ് ഉണ്ടായത്. ഇത് നമ്മിൽ ഉണർത്തുന്ന ധ്യാന ചിന്തകൾ വിവിധമാണ്. അതിൽ ചിലത് നമുക്ക് പങ്കുവയ്ക്കാം. 1. താരതമ്യമില്ലാത്ത യേശുവിൻ്റെ സ്നേഹമാണ് കാൽ കഴുകൽ വ്യക്തമാക്കുന്നത്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അത് അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഒരു അതുല്യമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ശിഷ്യരുടെ കാൽ കഴുകുന്നതിലൂടെ കർത്താവ് തെളിയിച്ചത്. പിതാവിനോടൊപ്പം തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉന്നതമായ പദവിയെക്കുറിച്ച് യേശുവിന് തന്നിൽ തന്നെ ബോധ്യമുണ്ടായിരുന്നു. ശുശ്രൂഷിക്കുന്നതിന് കുനിയുന്നതിലൂടെ തൻ്റെ ഔന്നത്യത്തിന് ഭംഗം വരുന്നില്ല എന്ന് യേശു അറിഞ്ഞു. സ്നേഹത്തിന് നല്ല മാതൃക കാട്ടിക്കൊടുക്കുക എന്നതാണ് ഇവിടെ പരമപ്രധാനം. തൻ്റെ ശിഷ്യനായ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു അറിഞ്ഞിരുന്നു. ഈ ഒരു അറിവുണ്ടായിരിക്കെ തന്നെ യേശു അയാളുടെ കാലുകൾ കഴുകുകയും അപ്പം പങ്കിടുകയും ചെയ്തു. മനുഷ്യരുടെ സ്നേഹങ്ങളെല്ലാം തന്നെ പരസ്പരം പ്രയോജനത്തിൻ്റെ പ്രതീക്ഷയിലായിരിക്കുമ്പോൾ യൂദയോടുള്ള സ്നേഹം ഒന്നും മടക്കി പ്രതീക്ഷിക്കാത്ത ഒരു ഏകപക്ഷീയ സ്നേഹത്തിൻ്റെ നിതാന്ത നിദർശനമായിരുന്നു. 2. തങ്ങളെ തന്നെ വലുതാക്കി കാണിക്കാൻ ആഗ്രഹിച്ച ശിഷ്യരുടെ മനോഭാവത്തോടുള്ള യേശുവിൻ്റെ പ്രതികരണമായിരുന്നു കാൽകഴുകൽ. കാൽകഴുകൽ ചിത്രീകരിച്ചിട്ടുള്ള സമാന്തര ഭാഗമായ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ തങ്ങളിൽ ആരാണ് വലിയവരെന്ന ഒരു വാദപ്രതിവാദം ശിഷ്യരുടെ മധ്യത്തിലുണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശ് കാഴ്ചയുടെ ചുറ്റുവട്ടത്തിലുള്ളപ്പോഴും പ്രാമാണ്യങ്ങളെക്കുറിച്ചും പദവിയെക്കുറിച്ചും പരസ്പരം മത്സരിക്കുന്ന ശിഷ്യരാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പാദങ്ങളെ കഴുകുന്ന വേലക്കാരൻ്റെ ജോലി ഏറ്റെടുക്കുന്നതിന് ആരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ആചാരമര്യാദ പ്രകാരം ഉള്ള ഒരു പാദശാളനമില്ലാതെ അവർ ഭക്ഷണത്തിന് ഇരുന്നത്. 3. പാദങ്ങൾ കഴുകുന്നത് രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. കാൽ കഴുകുവാൻ വന്ന യേശുവിനെ പത്രോസ് പ്രതിരോധിക്കുന്നു. എന്നാൽ തന്നാൽ കഴുകപ്പെട്ടാൽ മാത്രമേ താനുമായി പത്രോസിന് പങ്കുള്ളൂ എന്ന് യേശു വ്യക്തമാക്കി. അപ്പോൾ പാദം മാത്രം പോരാ, തലയും കൂടെ കഴുകിക്കൊള്ളാൻ പത്രോസ് സമ്മതിച്ചു കൊടുക്കുന്നു. എന്നാൽ മുഴുവനും കുളിച്ചിരിക്കുന്നവന് പാദങ്ങൾ മാത്രം കഴുകിയാൽ മതിയെന്ന് യേശു പറഞ്ഞു. വിശുദ്ധ സ്നാപനം സ്വീകരിച്ചവർ മുഴുവൻ
കഴുകൽ പ്രാപിച്ചവരാണ്. എന്നാൽ അവർ ദൈനംദിന ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട്. അശുദ്ധികളും മലിനതകളും നിറഞ്ഞ ലോക സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ ദിനംതോറും ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. മടക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹചര്യകളാണ് നമ്മളെല്ലാവരും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ഏകപക്ഷീയ സ്നേഹത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം. അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാവണമെന്നില്ല. ഉള്ളങ്ങളെ കഴുകുന്ന ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നതിലൂടെ മാത്രമാണ് അനുഷ്ഠാനങ്ങൾ അർത്ഥവത്താകുന്നതെന്നും മനസ്സിലാക്കാൻ ഈ വേദഭാഗം നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാനും ദിനംതോറും പുതുക്കൽ പ്രാപിപ്പാനും ഒരു വലിയ ഗാഢമായ സ്നേഹബന്ധത്തിൽ നിലനിൽപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിനായും അതിൻ്റെ എല്ലാ നന്മകൾക്കായും നന്ദിയോടെ സ്തോത്രം. വർത്തമാനകാലത്തിൻ്റെ സാംസ്കാരിക സ്വാധീനങ്ങളാൽ തെറ്റും ശരിയും സത്യവും മിഥ്യയും മനസ്സിലാക്കാതെ മനസ്സുകളെല്ലാം ഒരുതരം ശിലാവൽക്കരിക്കപ്പെടുമ്പോൾ ദൈവമേ, അങ്ങയുടെ സ്നേഹ സാമീപ്യത്തിൻ്റെ വ്യത്യസ്ത സ്വാധീനം ഞങ്ങളിൽ ഉണ്ടാകാൻ ഞങ്ങളെ അവിടുന്ന് കഴുകണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നവരായി തീരാതെ വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ളവരാകുവാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനമ്പുരാന്റെ കരുതലിൽ ആശ്രയിച്ച് പ്രതീക്ഷയോടെ പുതിയ വർഷത്തിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.